എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒരു അധ്യായം പൂർത്തിയാക്കി കഴിഞ്ഞു. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കിടക്കുകയാണ്. രണ്ടാമത്തെ അധ്യായം എന്ന് പറയുന്നത് വേൾഡ് ഇൻ ദ 20th സെഞ്ച്വറി, ലോകം 20-ാം നൂറ്റാണ്ട്. 20-ാം നൂറ്റാണ്ടിലെ ലോകത്തെക്കുറിച്ചാണ് നമുക്ക് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യാറുള്ളത്. ധാരാളം സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു നൂറ്റാണ്ടാണ് 20th സെഞ്ച്വറി. ലോകം ദർശിച്ചിട്ടുള്ള രണ്ട് മഹായുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നൂറ്റാണ്ടും 20-ാം നൂറ്റാണ്ടും. നമ്മൾ ഈ അധ്യായത്തിൽ അതെല്ലാം വളരെ വിശദമായി പഠിക്കും. ഇതിൻ്റെയൊക്കെ പിന്നിൽ ധാരാളം സംഭവങ്ങളുണ്ട്. ഒന്ന്, യൂറോപ്യൻ രാജ്യങ്ങൾ സമ്പന്നമായി, ഒരുപക്ഷെ ഈ ലോകത്ത് സാമ്പത്തികമായ ഭദ്രത എല്ലാ രാജ്യങ്ങളും നേടിയത് 20-ാം നൂറ്റാണ്ടിലാണ്. അതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അഥവാ വ്യാവസായിക വിപ്ലവം. കഴിഞ്ഞ ക്ലാസ്സിലും ഞാൻ വ്യാവസായിക വിപ്ലവത്തെക്കുറിച്ച് പറഞ്ഞു. എന്താണ് വ്യാവസായിക വിപ്ലവം? 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ യൂറോപ്പിൽ ആരംഭിച്ച, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ ആരംഭിച്ച ഒരു പ്രതിഭാസമാണ് വ്യാവസായിക വിപ്ലവം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ മനുഷ്യൻ അവനാവശ്യമുള്ള വസ്തുക്കൾ അവൻ്റെ സ്വന്തം കരങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരുന്ന സ്ഥാനത്ത് വലിയ വലിയ യന്ത്രങ്ങളുടെ ആവിർഭാവം ഒരുപക്ഷെ വ്യാവസായിക വിപ്ലവമെന്ന് അറിയുവാൻ ഇടയാക്കി. ആ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായി യൂറോപ്യൻ രാജ്യങ്ങൾ ധാരാളം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും അവ വിറ്റഴിക്കുവാൻ വേണ്ടി യൂറോപ്പിന് പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് അവർ പ്രയാണം നടത്തി. അങ്ങനെ ധാരാളം ഭൂഖണ്ഡങ്ങളിൽ അവർ ഈ ഉൽപ്പന്നങ്ങളുമായി എത്തി. അവിടെ കോമ്പറ്റീഷൻ, കിടമത്സരമുണ്ടായി ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാൻ വേണ്ടി. ഇവിടെ നമുക്കറിയേണ്ടത്, അതൊക്കെ നിങ്ങൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ഇവിടെ അറിയേണ്ടത്, വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായി യൂറോപ്പിൽ ഒരു പുതിയ വ്യവസ്ഥിതി രൂപം കൊണ്ടു. ആ വ്യവസ്ഥിതിയുടെ പേരാണ് ക്യാപിറ്റലിസം. ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ, അതായത് വ്യാവസായിക വിപ്ലവത്തിന്റെ ചൈൽഡ് എന്നാണ് അറിയപ്പെടുന്നത് കൊമേഴ്സ്യൽ റവല്യൂഷൻ. Commercial revolution. One of the important results of the industrial revolution is the rise of commercial revolution. ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഫലമായി വാണിജ്യ വിപ്ലവം ഉണ്ടായി. വാണിജ്യ വിപ്ലവത്തിന്റെ ഫലമായി ഒരു ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്, ഒരു മുതലാളിത്ത വർഗം ഈ ലോകത്ത് ഉരുത്തിരിഞ്ഞു വന്നു. എന്താണ് ക്യാപിറ്റലിസം? മുതലാളിത്തം എന്നാലും എന്താണ് ക്യാപിറ്റലിസം? നോക്കണേ, ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ക്യാപിറ്റലിസ്റ്റുകൾ അവരുടെ ഫാക്ടറികളിൽ ധാരാളം പണം ഇൻവെസ്റ്റ് ചെയ്ത് അവർ ശരിക്കും പ്രൊഡക്ഷൻ നടത്തി. ദ ക്യാപിറ്റലിസ്റ്റ് ഇൻവെസ്റ്റഡ് ഇൻ ഫാക്ടറീസ് ആൻഡ് പ്രൊഡക്ഷൻ വാസ് ഇൻക്രീസ്ഡ്. ആസ് എ റിസൾട്ട് ഓഫ് ദി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ there emerged a new class in Europe. It is called the capitalist class. The capitalists invested in factories and the production was increased. This increased the profits. ആ പ്രൊഡക്ഷൻ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കുവാൻ കാരണം. നമുക്കറിയാം, പ്രൊഡക്ഷൻ കൂടുമ്പോൾ പ്രോഫിറ്റും ഉണ്ടാകും. ഡിമാൻഡ് ഉണ്ടാകുമ്പോഴാണ് പ്രൊഡക്ഷൻ കൂടുന്നത്. When the demand increases, price will also automatically increase. When the demand decreases, പ്രൈസ് വിൽ ആൾസോ ഓട്ടോമാറ്റിക്കലി ഡിക്രീസ് എന്നൊരു തിയറി ഇക്കണോമിക്സിലുണ്ട്. ഇവിടെ സംഭവിച്ചതാണ്. ഇവിടെ സംഭവിച്ചത് എന്താണ്? പ്രൊഡക്ഷൻ കൂടിയപ്പോൾ പ്രോഫിറ്റും കൂടി. അങ്ങനെ ദ ഇക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ വാസ് കൺട്രോൾഡ് ബൈ ദ ക്യാപിറ്റലിസ്റ്റ് വിത്ത് ദ എയിം ഓഫ് ഇൻക്രീസിംഗ് പ്രോഫിറ്റ് ഈസ് നോൺ ആസ് എ ക്യാപിറ്റലിസം. വാട്ട് ഈസ് ക്യാപിറ്റലിസം? എന്താണ് മുതലാളിത്ത വ്യവസ്ഥിതി എന്ന് ചോദിച്ചാൽ ആൻസർ ഇതാണ്. The capitalists invested in factories and production was increased. This increased or this created the increase of profits or this increased the profits.
The economic system in which production and distribution are controlled by the capitalists with the aim of increasing profit is known as capitalism. എന്താ അതിന്റെ മലയാളം പറയൂ? The economic system in which production and distribution are controlled by the capitalists. മുതലാളിമാർ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഉൽപാദനവും വിതരണവും മുതലാളിമാർ നിയന്ത്രിക്കുന്ന രീതി യൂറോപ്പിൽ സംജാതമായി. എന്തിനാണ്? വിത്ത് ദ എയിം ഓഫ് ഇൻക്രീസിംഗ് പ്രോഫിറ്റ്, ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി. പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും, ഉൽപാദനവും വിതരണവും മുതലാളിമാർ തന്നെ, ഇടയ്ക്ക് മറ്റൊരു വിഭാഗം ഇല്ല. അപ്പൊ ലാഭം കൊയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി യൂറോപ്യൻ രാജ്യങ്ങളിലെ മുതലാളിമാർ ഉൽപാദനത്തിൻ്റെയും വിതരണത്തിൻ്റെയും ചുമതല അങ്ങ് ഏറ്റെടുത്തു. എന്തിനാണ്? ലാഭം കൊയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി. ആ വ്യവസ്ഥിതിയാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത് വ്യാവസായിക വിപ്ലവമായാലും ശരി, വാണിജ്യ വിപ്ലവമായാലും ശരി, ക്യാപിറ്റലിസം ആയാലും ശരി, 20-ാം നൂറ്റാണ്ടിൽ ഈ ലോകത്ത് വലിയ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഒരു ഭാഗത്ത് നന്മയെ ഉദ്ദേശിച്ചാണെങ്കിൽ മറുഭാഗത്ത് അത് നാശത്തിലേക്കും കലാശിച്ചു. നേട്ടവും അതിലേറെ കോട്ടവും സംഭവിച്ച ഒരു നൂറ്റാണ്ടാണ് 20-ാം നൂറ്റാണ്ട്. അതിൻ്റെ എല്ലാം കാരണമെന്ന് പറയുന്നത് വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായി യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർന്നു വന്ന സമ്പന്ന വർഗമാണ്. ഈ സമ്പന്ന വർഗം അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാൻ വേണ്ടി ലോകരാജ്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ചു. അവിടെ കിടമത്സരങ്ങളുണ്ടായി. ആ കിടമത്സരത്തിന്റെ ഫലമാണ് ആ കാലഘട്ടത്തിൽ 20-ാം നൂറ്റാണ്ടിൽ ലോകം ദർശിച്ച 2 ലോകമഹായുദ്ധം. ഈ കാലഘട്ടത്തിൽ തന്നെ അവർ ആഫ്രിക്ക എന്ന ഭൂഖണ്ഡത്തിൽ ഒരു പുതിയ നയവും സ്വീകരിച്ചു. യൂറോപ്യൻ രാജ്യക്കാർ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, ഏതൊക്കെ ഭൂഖണ്ഡങ്ങളിൽ പോകുന്നോ ആ ഭൂഖണ്ഡങ്ങളിലെല്ലാം അവർ ആ പ്രദേശത്തിന് യോജിച്ച തരത്തിലുള്ള ചില നിയമങ്ങൾ, ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇവിടെ നോക്കൂ, ആഫ്രിക്ക എന്ന ഭൂഖണ്ഡത്തെ യൂറോപ്യന്മാർ പങ്കിട്ടെടുത്തു. അവിടെ അവർ ആഫ്രിക്ക എന്ന ഭൂഖണ്ഡത്തിന്റെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങൾ കിട്ടുവാൻ വേണ്ടി കിടമത്സരം നടത്തിയില്ല. ആഫ്രിക്കയിൽ പോയിട്ട് അവർ യുദ്ധം ചെയ്തില്ല, പരസ്പരം തമ്മിലടിച്ചില്ല. പകരം അവർ ഒരു ധാരണയിലെത്തി. അവർ ആഫ്രിക്കയെ അവരുടെ സൗകര്യാർത്ഥം പങ്കിട്ടെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ലാറ്റിൻ അമേരിക്കയിൽ എന്ന പോലെ, ഇന്ത്യയിൽ എന്ന പോലെ, ചൈനയിൽ എന്ന പോലെ, ഞാൻ ഈ പറഞ്ഞതെല്ലാം 3ഇടത്തും 3 രീതിയിലുള്ള രീതിയാണ് അവർ അവലംബിച്ചത്. അതേപോലെ ആഫ്രിക്കയിലെത്തിയ അവർ ആഫ്രിക്കയിൽ അവരുടെ സൗകര്യാർത്ഥം ആ പ്രദേശത്തെയും പങ്കിട്ടെടുത്തു. അങ്ങനെ യൂറോപ്യന്മാർ എല്ലാ ഭൂപ്രദേശങ്ങളിലും എത്തി അവർ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റ് കൂടുതൽ ലാഭം ഉണ്ടാക്കുവാൻ ശ്രമിച്ചു. ഇനി അതേപോലെ തന്നെ നമുക്ക് അറിയേണ്ട മറ്റൊരു വിഷയം, ഹൗ ഡിഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാസസ് കോളനൈസേഷൻ? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എങ്ങനെയാണ് വ്യാവസായിക വിപ്ലവം കോളനി വൽക്കരണത്തിന് വഴിതെളിച്ചത്? ഹൗ ഡിഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാസസ് കോളനൈസേഷൻ? ഇവിടെ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ ഈ അധ്യായത്തിൽ തുടക്കത്തിൽ നിങ്ങൾക്ക് പഠിക്കാറുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞു, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ഞാൻ പലപ്പോഴും ഇത് പറഞ്ഞു തന്നിട്ട് നിങ്ങൾ പഠിച്ച കാര്യമാണ്. രണ്ടാമത്തത് ക്യാപിറ്റലിസം, മൂന്നാമത്തത് കോളനൈസേഷൻ. ഹൗ ഡിഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാസസ് കോളനൈസേഷൻ? എങ്ങനെയാണ് വ്യാവസായിക വിപ്ലവം കോളനി വൽക്കരണത്തിന് വഴിതെളിച്ചത്? ശ്രദ്ധിക്കുക, മെനി നേഷൻസ് പ്രൊഡ്യൂസ്ഡ് മോർ ദാൻ ദേ നീഡഡ് ആൻഡ് മോർ ദാൻ ദേ കുഡ് അക്കോമഡേറ്റ് ഇൻ ദ ഡൊമസ്റ്റിക് മാർക്കറ്റ്. കോളനൈസേഷൻ, കോളനി വൽക്കരണം. നിങ്ങൾ കോളനി എന്ന് കേട്ടിട്ടുണ്ട്, സാമ്രാജ്യത്വം എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് കോളനി വൽക്കരണം? എങ്ങനെയാണ് യൂറോപ്യന്മാർ മറ്റ് ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളെ കോളനികളാക്കി മാറ്റിയത്? അതിൻ്റെ ഏക ഉത്തരം ഇതേ ഉള്ളൂ. നോക്കണേ, മെനി നേഷൻസ് പ്രൊഡ്യൂസ്ഡ് മോർ ദാൻ ദേ നീഡഡ്. പല യൂറോപ്യൻ രാജ്യങ്ങളും അവർക്ക് ആവശ്യം ഉള്ളതിനേക്കാൾ വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചു. ആൻഡ് മോർ ദാൻ ദേ കുഡ് അക്കോമഡേറ്റ് ഇൻ ദെയർ ഡൊമസ്റ്റിക് മാർക്കറ്റ്. അവരുടെ ഡൊമസ്റ്റിക് മാർക്കറ്റുകളിൽ, തനത് മാർക്കറ്റുകളിൽ, തനത് ചന്തകളിൽ വിറ്റഴിക്കുവാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ അവരെന്ത് ചെയ്തു? ഉൽപ്പാദിപ്പിച്ചു കൂട്ടി.
അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ദിസ് ഓവർ പ്രൊഡക്ഷൻ ഫോഴ്സ്ഡ് ദം ടു സെർച്ച് ഫോർ ദി മാർക്കറ്റ്സ്. ആ ഓവർ പ്രൊഡക്ഷൻ എന്ത് ചെയ്തു? ഫോഴ്സ്ഡ് ദ യൂറോപ്യൻ കൺട്രീസ് ടു സെർച്ച് ഫോർ ന്യൂ മാർക്കറ്റ്സ്. പുതിയ മാർക്കറ്റുകൾ കണ്ടെത്തുവാൻ അവരെ നിർബന്ധിപ്പിച്ചു. നിങ്ങൾക്കറിയാം, ഉൽപാദനം കൂടുതലുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ വീട്ടിൽ ഉപയോഗിക്കുവാൻ ആവശ്യമുള്ളതിന് പോയിട്ട് നമ്മൾ എന്താ ചെയ്യാറുള്ളത്? വിൽക്കുക. ആ വിൽക്കുന്നതിനും ആ നാട്ടിൽ വിൽക്കുന്നതിനും ഉപരി ഉൽപ്പാദിപ്പിച്ചാലോ അത് വിറ്റഴിക്കുവാൻ പുതിയ മാർക്കറ്റുകൾ, പുതിയ ചന്തകൾ തേടിപ്പോണം. ഇവിടെ എങ്ങനെയാണ് സംഭവിച്ചത്? ഇത് നമ്മുടെ നാട്ടിലെ ചെറിയ സംഭവമാണ് ഞാൻ പറഞ്ഞത്. ഇത് യൂറോപ്പിലെ രാജ്യങ്ങൾ വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായി വലിയ വലിയ യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി അമിതമായ ഉൽപാദനം നടത്തി സ്വന്തം മാർക്കറ്റുകളിലും അയൽ മാർക്കറ്റുകളിലും വിറ്റഴിച്ചതിന് ഉപരിയുള്ള ഉൽപ്പന്നങ്ങളും കൊണ്ടവർ ഇറങ്ങിത്തിരിച്ചു ആണ് ഞാൻ പറയുന്നത്. മെനി നേഷൻസ് പ്രൊഡ്യൂസ്ഡ് മോർ ദാൻ ദേ നീഡഡ് ആൻഡ് മോർ ദാൻ ദേ കുഡ് അക്കോമഡേറ്റ് ഇൻ ദെയർ ഡൊമസ്റ്റിക് മാർക്കറ്റ്സ്. ദിസ് ഓവർ പ്രൊഡക്ഷൻ ഫോഴ്സ്ഡ് ദം ടു സെർച്ച് ഫോർ മാർക്കറ്റ്സ്. By using political and military force, the European countries economically exploited the colonies. By using political and military force. ഈ ഓവർ പ്രൊഡക്ഷനെ അവർ ശരിക്കും രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചും സൈനിക ശക്തി ഉപയോഗിച്ചുമാണ് അവർ അതിനെ വിറ്റഴിച്ചത്. എന്ന് പറയുമ്പോൾ വിറ്റഴിക്കുവാനുള്ള കമ്പോളങ്ങൾ സ്വന്തമാക്കിയത് രാഷ്ട്രീയ ശക്തി ഉപയോഗിച്ചും സൈനിക ശക്തി ഉപയോഗിച്ചുമാണ്. അത് പറയുമ്പോൾ എങ്ങനെ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. തനത് വ്യവസായങ്ങളെ നശിപ്പിച്ച് ഓരോ രാജ്യത്തിനും അവരുടേതായ തനതായ സംസ്കാരവും ജീവിത രീതിയും കച്ചവടവും വാണിജ്യവും ഒക്കെ ഉണ്ടായിരുന്നു. ആ തനതായ ആ പരമ്പരാഗതമായ എല്ലാത്തിനെയും തച്ചുടയ്ക്കുവാൻ അവർ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചു, സൈനിക ശക്തിയെ ഉപയോഗിച്ചു. എന്നിട്ട് അവരെന്താ ചെയ്തത്? ഇക്കണോമിക്കായ പ്രോഫിറ്റിന് വേണ്ടി അവർ ഓരോ രാജ്യങ്ങളെയും കോളനിവൽക്കരിക്കുകയാണ് ചെയ്തത്. ചോദ്യം എന്താ ഒന്നുകൂടെ? ഹൗ ഡിഡ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാസസ് കോളനൈസേഷൻ? ആൻസർ പറയൂ. മെനി nations produced more than they needed and more than they could accommodate in their domestic markets. This overproduction forced them to search for markets. By using political and military force, the European countries economically exploited the other nations. That is why later they became the colonies. അങ്ങനെ പിൽക്കാലത്ത് these countries became the colonies of the European nations. Many of the Latin American countries, many of the African countries, many of Asian countries became the colonies of European nations. ഈ ഒരു കാലഘട്ടത്തിലാണ് ഇതിൽ ആരാണ് ശക്തൻ, ഇതിൽ ആരാണ് ഏറ്റവും ധനാഢ്യന്മാർ, ഇതിൽ ആരാണ് മേൽക്കോയ്മ ഉള്ളവർ എന്ന് അറിയണമെങ്കിൽ അവർക്ക് പിന്നെ പരസ്പരം ഏറ്റുമുട്ടിയേ പറ്റും. എല്ലാവരും സമ്പാദിച്ചു കൂട്ടുന്നു, എല്ലാവരും കോളനികൾ സ്വന്തമാക്കുന്നു. പിൽക്കാലത്ത് കോളനികൾക്ക് വേണ്ടി അവർ യുദ്ധങ്ങളിൽ ഏർപ്പെടുന്നു, ചെറിയ ചെറിയ യുദ്ധങ്ങൾ. അവസാനം യൂറോപ്പിൻ്റെ ആധിപത്യം അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ മേൽക്കോയ്മ ലഭിക്കുവാൻ വേണ്ടി അവർക്ക് പിന്നെ ഒരു ശക്തി തെളിയിക്കണം. ആ ഒരവസ്ഥയിലേക്ക് എത്തി നിന്നു 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ. അതിലേക്ക് വേണ്ടി യൂറോപ്യൻ ശക്തികൾ പരസ്പരം മത്സരിച്ചു, പരസ്പരം സൈനിക സഖ്യങ്ങളിൽ ഏർപ്പെട്ടു. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം സാമ്പത്തികമായ മുന്നേറ്റമാണ്. 20-ാം നൂറ്റാണ്ടിൽ ഈ ലോകത്തിലുണ്ടായ സാമ്പത്തിക മുന്നേറ്റത്തിൻ്റെ ഫലമായിട്ടാണ് ഈ രാഷ്ട്രങ്ങൾ തമ്മിൽ ചേരി തിരിഞ്ഞുള്ള യുദ്ധത്തിന് തയ്യാറായത്. അതിൻ്റെ പിന്നിൽ അവർക്ക് ഒത്തിരി സംഭവബഹുലമായ നാൾ വഴികളിലൂടെ കടന്നു പോവുകയും ചെയ്യും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ചില പ്രസ്ഥാനങ്ങൾ. ഈ സാമ്പത്തിക മുന്നേറ്റം നടത്തുമ്പോഴും അവരെ അനുകൂലിക്കുന്ന യൂറോപ്പിലെ ഓരോ രാജ്യങ്ങളും അവരെ അനുകൂലിക്കുന്ന രാജ്യങ്ങളെ കൂടെ നിർത്തുവാൻ ശ്രമിച്ചു. അങ്ങനെ അവർ പാൻ സ്ലേവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, റിവഞ്ച് മൂവ്മെന്റ് എന്നീ പേരുകളിൽ പല പ്രസ്ഥാനങ്ങൾ രൂപീകരിച്ചു. ഈ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ
പിൽക്കാലത്ത് ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിവെച്ചു. നമുക്കിവിടെ അറിയേണ്ടത് ഈ 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ പറഞ്ഞത്. അതിന് പുറമെ നമുക്ക് ഈ അധ്യായത്തിൽ പ്രധാനമായി പഠിക്കേണ്ടത് എങ്ങനെയാണ് വാട്ട് ആർ ദ കാസസ് ബിഹൈൻഡ് ഫോർ ദി ഫസ്റ്റ് വേൾഡ്. 1914 ഫസ്റ്റ് വേൾഡ് വാർ. നമുക്കറിയാം 1914 മുമ്പ് ഒരു വേൾഡ് വാർ എന്ന് പറയുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിപ്പുറപ്പെടുന്നതല്ല. ഒരു യുദ്ധവും ഒരു അടിയും ഒരു സമരവും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്നതല്ല. നമുക്കറിയാം അതിൻ്റെ പിന്നിൽ ഒരുപാട് സംഭവ വികാസങ്ങളും. ഇവിടെ യൂറോപ്യൻ ശക്തികൾ, യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ആരാണ് ശക്തം എന്ന് അറിയണമെങ്കിൽ അവരെ സംബന്ധിച്ച് ഒരു യുദ്ധം അനിവാര്യമായി. അവർ ആയുധങ്ങൾ ശേഖരിച്ചു, അവർ ആവശ്യമില്ലാത്ത സൈനിക സഖ്യങ്ങളുണ്ടാക്കി. ഇതെല്ലാം തന്നെ അവസാനം ഒരു യുദ്ധത്തിലേക്ക് കലാശിച്ചു. അങ്ങനെ ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. പാൻ സ്ലേവും പാൻ ജർമ്മനും പിന്നെയോ റിവഞ്ച് മൂവ്മെന്റും ഒക്കെ. എന്താണ് പാൻ സ്ലേവ് പ്രസ്ഥാനം, എന്താണ് റിവഞ്ച് മൂവ്മെന്റ്, എന്താണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം, നിങ്ങൾ പുസ്തകത്തിൽ വായിച്ച് മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് അധികം പ്രതിപാദിക്കുന്നില്ല, അത് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. പാൻ സ്ലേവ് മൂവ്മെന്റ് എന്ന് പറയുന്നത് റഷ്യ രൂപീകരിച്ച സംഘടനയാണ്. പാൻ ജർമ്മൻ മൂവ്മെന്റ് ജർമ്മനി നേതൃത്വം കൊടുത്ത് രൂപീകരിച്ച സംഘടനയാണ്. ദെൻ റിവഞ്ച് മൂവ്മെന്റ് അഥവാ പ്രതികാര പ്രസ്ഥാനം 1871 ഫ്രാൻസിന്റെ വകയായിരുന്ന അൽസൈസും ലൊറൈനും ജർമ്മനി പിടിച്ചെടുത്തു. 1871 ഫ്രാൻസിന്റെ വകയായിരുന്ന അൽസൈസും ലൊറൈനും ജർമ്മനി പിടിച്ചെടുത്തു. അതിനെ തിരികെ പിടിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് റിവഞ്ച് മൂവ്മെന്റ്. ഈ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കുമ്പോഴും യൂറോപ്പ് 2 സൈനിക ക്യാമ്പുകളായി മാറിയിരുന്നു എന്നാണ്. Europe on the eve of the First World War was divided into 2 military camps, watching each other with suspicion and fear. സംശയത്തോടെയും ഭയത്തോടെയും വീക്ഷിക്കുന്ന 2 സൈനിക ക്യാമ്പുകളായി യൂറോപ്പ് മാറി 1914 തൊട്ട് മുമ്പ്. Europe on the eve of the First World War was divided into 2 military camps, watching each other with suspicion and fear. സംശയത്തോടെയും ഭയത്തോടെയും വീക്ഷിക്കുന്ന 2 സൈനിക ക്യാമ്പുകളായി മാറി എന്ന് പറയുമ്പോൾ ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി ചേർന്നുകൊണ്ട് ഒരു സൈനിക സഖ്യമുണ്ടായി. അതിനെ വിളിച്ചത് ട്രിപ്പിൾ അലയൻസ് എന്നാണ്, ത്രികക്ഷി സഖ്യമെന്നാണ്. ആ ത്രികക്ഷി സഖ്യത്തെ ഭയന്നുകൊണ്ട് ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും ചേർന്ന് മറ്റൊരു സംഘടന ഉണ്ടാക്കി. അതിൻ്റെ പേര് ട്രിപ്പിൾ എൻറ്റൻറ്റ് അഥവാ ത്രികക്ഷി സൗഹാർദ്ദം. നോക്കണേ, ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് വേൾഡ് വാർ, അതായത് 1-ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് ഒരു സുപ്രഭാതത്തിലല്ല. 1-ാം ലോക മഹായുദ്ധത്തിന് മുമ്പ് യൂറോപ്പ് 2 സൈനിക ക്യാമ്പുകളായി മാറി. എങ്ങനെയുള്ള ക്യാമ്പുകൾ? പരസ്പര സംശയത്തോടെയും പിന്നെയോ ഭയത്തോടെയും വീക്ഷിക്കുന്ന 2 സൈനിക ക്യാമ്പുകളായി മാറി. ഒന്നാമത്തെ സൈനിക ക്യാമ്പ് എന്ന് പറയുന്നത് ഓസ്ട്രിയ, ഹംഗറി ആൻഡ് ഇറ്റലി ഇവർ ചേർന്ന് രൂപീകരിച്ച സഖ്യമാണ് ട്രിപ്പിൾ അലയൻസ്, ത്രികക്ഷി സഖ്യം. അവരെന്തിനാണ്? ജർമ്മനിയെയും ബ്രിട്ടനെയും ഫ്രാൻസിനെയും വാസ്തവത്തിൽ ഭയന്നിട്ടാണ്. ഓസ്ട്രിയയ്ക്കും ജർമ്മനിക്കും ഇറ്റലിക്കുമൊക്കെ ജർമ്മനിയെയും നമ്മുടെ ഫ്രാൻസിനെയും ബ്രിട്ടനെയും ഒക്കെ ഭയമായി. അവർ കൊച്ചു രാജ്യങ്ങളാണ്. അതിൽ ജർമ്മനി മാത്രമാണ് ഇത്തിരി ശക്തമായ രാജ്യം, ഇറ്റലി ചെറിയ രാജ്യം. പക്ഷേ മറുഭാഗത്താണെങ്കിലോ വൻ ശക്തികളാണ്. പക്ഷെ ആദ്യം സൈനിക സഖ്യമുണ്ടാക്കിയത് ഇവർ ചേർന്നിട്ടാണ്, കൊച്ചു രാജ്യങ്ങൾ ഭയന്നിട്ടാണ്. അവർ ആ സഖ്യമുണ്ടാക്കിയപ്പോൾ അതിനെ ചെറുക്കുവാൻ വേണ്ടിയാണ് ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും ചേർന്ന് മറ്റൊരു സഖ്യമുണ്ടാക്കിയത്, ത്രികക്ഷി സൗഹാർദ്ദം. ഇത് രണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് നിമിഷവും ഏത് അന്തരീക്ഷവും ഏതൊരു ചുറ്റുപാടും ഫേസ് ചെയ്യുവാൻ പാകത്തിന്
തയ്യാറായി നിന്ന 2 സൈനിക ക്യാമ്പുകളായി. ഇനി എന്തെങ്കിലും ഒരു ചെറിയ സംഭവം മതി ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടും. പരസ്പരം ഇങ്ങനെ ശത്രുതാ മനോഭാവത്തോടുകൂടി കാര്യങ്ങളെ വീക്ഷിക്കുകയാണ്. ആ സമയത്താണ് ഒരു ചെറിയ സംഭവം ഉണ്ടായത്. ചെറിയ സംഭവമല്ല, വലിയ സംഭവം തന്നെയാണ്. ആസ്ട്രിയയുടെ കിരീടാവകാശിയായിരുന്ന ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർണാൻഡ് അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി സോഫിയയും ഒരു ഓപ്പൺ കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത് സെർജാവോ നഗരത്തിൽ വെച്ച് ഒരു സെർബിയൻ യുവാവ് ഇവരെ വെടിവെച്ച് കൊന്ന ആളിന്റെ പേര് ഗാവ്രിലോ പ്രിൻസിപ്പ് എന്നാണ്. അപ്പൊ കിരീടാവകാശി ആസ്ട്രിയക്കാർ, വെടിവെച്ച് കൊന്നത് സെർബിയക്കാർ. മരിച്ച ആസ്ട്രിയൻ ഡ്യൂക്കായതുകൊണ്ട് നമുക്കറിയാം ജർമ്മനിയും ഓസ്ട്രിയയും ഇറ്റലിയുമാണ് ഒരു സഖ്യത്തിലുള്ളത്. തൻ്റെ സഖ്യത്തിൽപ്പെട്ട ആസ്ട്രിയയുടെ കിരീടാവകാശിയെ വെടിവെച്ച് കൊന്നതുകൊണ്ട് ജർമ്മനി ആസ്ട്രിയയെ പ്രേരിപ്പിച്ചു, എടാ നിന്റെ രാജ്യത്തെ അവകാശിയെയാണ് വെടിവെച്ച് കൊന്നത്, നീ ഇതിന് പകരം ചോദിക്കണം, നീ സെർബിയയോട് പകരം ചോദിക്കണം. ജർമ്മനിയെ സംബന്ധിച്ച് ഒരു യുദ്ധം അനിവാര്യമാണ്, ഫ്രാൻസിനെ സംബന്ധിച്ച് ഒരു യുദ്ധം അനിവാര്യമാണ്, ബ്രിട്ടനെ സംബന്ധിച്ചും യുദ്ധം അനിവാര്യമാണ്. പക്ഷേ ഈ ചെറിയ രാജ്യങ്ങൾക്ക് അങ്ങനെയല്ലായിരുന്നു. പക്ഷേ ആസ്ട്രിയ ഇൻസ്റ്റിഗേറ്റഡ് ബൈ ജർമ്മനി, ജർമ്മനിയുടെ പ്രേരണയാൽ ആസ്ട്രിയ ഡിക്ലെയർഡ് വാർ അഗൻസ്റ്റ് സെർബിയ. ഈ സംഭവിക്കുന്നത് 1914 ജൂലൈ 28-നാണ്. 1914 ജൂലൈ 28-നാണ്. അതിന് തൊട്ട് മുമ്പ് സെർബിയയ്ക്ക് ആസ്ട്രിയ അന്ത്യശാസനം നൽകി. എന്റെ രാജ്യത്തെ കിരീടാവകാശിയെ നിന്റെ രാജ്യക്കാരൻ വെടിവെച്ച് കൊന്നു, ഇതിന് നീ സമാധാനം പറയണം. 24 മണിക്കൂർ സമയം കൊടുത്തു. സെർബിയ അന്വേഷിച്ചിട്ട് സമാധാനവും പറഞ്ഞു. അന്വേഷിച്ചിട്ട് പറഞ്ഞു അയാൾ സെർബിയൻ സിറ്റിസണാണ്, പക്ഷേ ആസ്ട്രിയൻ ബൈ ബർത്ത്. നിന്റെ രാജ്യത്തെ ആർച്ച് ഡ്യൂക്കിനെ വെടിവെച്ച് കൊന്നത് നിന്റെ രാജ്യക്കാരൻ തന്നെ, ജന്മം കൊണ്ട് ആസ്ട്രിയക്കാരനും എന്നാൽ പൗരത്വം സെർബിയയിലും ആണെന്നേ ഉള്ളൂ. ഇത് ആസ്ട്രിയ അംഗീകരിക്കാൻ തയ്യാറായില്ല. ആസ്ട്രിയ ജർമ്മനിയുടെ പ്രേരണയാൽ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് ഫസ്റ്റ് വേൾഡ് വാർ അഥവാ 1-ാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. എനിവേ, ലോകത്താദ്യമായി നടന്ന ഒരു ആഗോള യുദ്ധം. ഫസ്റ്റ് വേൾഡ് വാറിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഫസ്റ്റ് വേൾഡ് വാർ വാസ് ദി ഫസ്റ്റ് വാർ വിച്ച് ഫോട്ട് ഇൻ എയർ, വാട്ടർ ആൻഡ് ലാൻഡ്. എയറിലും വാട്ടറിലും ലാൻഡിലും വെച്ച് നടന്ന ആദ്യത്തെ യുദ്ധമാണ് ഫസ്റ്റ് വേൾഡ് വാർ. In this war, almost all the nations of the world directly or indirectly participated. ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ, പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും ഈ യുദ്ധത്തിൽ പങ്കാളികളായി. That is why it is called the first global war in history. അതുകൊണ്ടാണ് ഇതിനെ ലോകത്തിലെ ചരിത്രത്തിലെ ആദ്യത്തെ ആഗോള യുദ്ധം എന്ന് പറയുന്നത്. എന്താണ് ഫസ്റ്റ് വേൾഡ് വാർ പറയേ? First World War was the first war which fought in air, water and land. In this war, almost all the nations of the world directly or indirectly participated. That is why it is called the first global war in history. അപ്പോൾ നമുക്ക് ഈ യുദ്ധത്തിൽ ആസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അവിടെ ആസ്ട്രിയയെ സഹായിക്കുവാൻ ജർമ്മനിയും സെർബിയയെ സഹായിക്കുവാൻ റഷ്യയും ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ എത്തി. നോക്കൂ, അവരൊരവസരം കാത്തിരിക്കുകയായിരുന്നു. ഈ ലോക മഹായുദ്ധം ഉണ്ടാകാതെ ആ വിഷയത്തെ പറഞ്ഞു പരിഹരിക്കുന്നതിന് പകരം അവരുടെ ശക്തി തെളിയിക്കുവാനുള്ള ഒരു ഉപാധിയായി ഈ സംഭവത്തെ കണ്ടു. അപ്പൊ നമുക്ക് സൈനിക സഖ്യങ്ങൾ ഓർമ്മിക്കുക: ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി. ഇവർ മൂന്നും ചേർന്ന് ഉണ്ടാക്കിയ സൈനിക സഖ്യമാണ് ട്രിപ്പിൾ അലയൻസ്, ത്രികക്ഷി സഖ്യം. അതിനെതിരെ ഉണ്ടാക്കിയ സഖ്യമാണ് ട്രിപ്പിൾ എൻഡന്റ് അഥവാ ത്രികക്ഷി സൗഹാർദ്ദം. ആരൊക്കെയാണ്? ബ്രിട്ടൻ,
ഫ്രാൻസ് ആൻഡ് റഷ്യ. ഇവിടെ ആസ്ട്രിയ ഹംഗറി എന്ന് ഞാൻ പറഞ്ഞു. ആസ്ട്രിയയും ഹംഗറിയും ഫസ്റ്റ് വേൾഡ് വാർ കഴിയുന്നതുവരെ ഒരു രാജ്യമായിരുന്നു. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമാണ് ആസ്ട്രിയയും ഹംഗറിയും രണ്ട് രാജ്യങ്ങളായത് എന്നും ഓർമ്മിക്കണം. അപ്പോൾ ആസ്ട്രിയ ഹംഗറി, ജർമ്മനി, ഇറ്റലി ഒരു ഭാഗത്ത്, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ മറുഭാഗത്ത്. അങ്ങനെ ഈ ചേരികളിൽ ചേർന്നുകൊണ്ട് നടത്തിയ ആദ്യത്തെ ആഗോള യുദ്ധമാണ് ഒന്നാം ലോക മഹായുദ്ധം. ഈ യുദ്ധം 1914 ജൂലൈ 28 ആരംഭിച്ച് 918 അവസാനിക്കും. അപ്പോൾ സ്വാഭാവികമായി നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, 18 19 18 യുദ്ധം അവസാനിക്കുന്നു, 19 2-3 ഉടമ്പടികളിലൂടെ യുദ്ധം ആത്യന്തികമായി അവസാനിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ യുദ്ധത്തിൽ ധാരാളം നാശനഷ്ടങ്ങൾ വിതച്ച യുദ്ധമായിരുന്നു ഫസ്റ്റ് വേൾഡ് വാർ. ആരും പ്രതീക്ഷിക്കാത്ത, എല്ലാം തകർത്തെറിയുക എന്ന ലക്ഷ്യത്തോടു കൂടി ആര് വിജയിക്കും ആര് പരാജയപ്പെടും എന്നുള്ള വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ ഈ യുദ്ധത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നോക്ക്. അറൌണ്ട് 10 millions of people lost their lives and many were injured in the war. ധാരാളം ആൾക്കാർക്ക് ഇതിൽ അംഗവൈകല്യങ്ങൾ സംഭവിച്ചു. ഏകദേശം 10 ദശലക്ഷം ആൾക്കാർ മരിക്കുകയും അംഗവൈകല്യം സംഭവിക്കുകയും ചെയ്തു. യൂറോപ്പിന്റെ ഈ യുദ്ധത്തിന്റെ ഫലമായി യൂറോപ്പിന്റെ ഇക്കണോമിക് ഡോമിനൻസ്, യൂറോപ്പിന്റെ സാമ്പത്തിക ആധിപത്യം നഷ്ടപ്പെട്ടു. അത് ഈ യുദ്ധത്തിന്റെ മറ്റൊരു ഫലമാണ്. യൂറോപ്പിന്റെ സാമ്പത്തിക ആധിപത്യം ഈ യുദ്ധത്തോടു കൂടി അവസാനിച്ചു. പിന്നെയോ അൺഎംപ്ലോയ്മെന്റും പോവർട്ടിയും ഇൻഫ്ലേഷനും വർദ്ധിച്ചു. ഇറ്റ് ഇൻക്രീസ്ഡ് അൺഎംപ്ലോയ്മെന്റ്, പോവർട്ടി ആൻഡ് ഇൻഫ്ലേഷൻ. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും നാണയപ്പെരുപ്പവും ഒന്നാം ലോക മഹായുദ്ധം ഈ ലോകത്തിന് സമ്മാനിച്ചു. എന്തൊക്കെയാണ്? അൺഎംപ്ലോയ്മെന്റ്, പോവർട്ടി ആൻഡ് ഇൻഫ്ലേഷൻ. തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, നാണയപ്പെരുപ്പം എന്നിവ ഈ യുദ്ധം ഈ ലോകത്തിന് സമ്മാനിച്ചു. പിന്നെയോ ലിബറേഷൻ മൂവ്മെന്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക സ്ട്രെങ്തൻഡ്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഫലമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഫലമായിട്ട് ലിബറേഷൻ മൂവ്മെന്റ്സ് ഇൻ ഏഷ്യൻ ആഫ്രിക്കൻ കൺട്രീസ് സ്ട്രെങ്തൻഡ്. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധ ശേഷമാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ ചിന്തിച്ചു, നമ്മെ മുഴുവൻ കോളനികളാക്കിക്കൊണ്ട്, നമ്മളെ മുഴുവൻ അടിമകളാക്കിക്കൊണ്ട് അവരുടെ സാമ്പത്തിക ശക്തി തെളിയിക്കുവാനും രാഷ്ട്രീയ ശക്തി തെളിയിക്കുവാനും സൈനിക ശക്തി തെളിയിക്കുവാനും നടത്തിയ യുദ്ധമാണെന്ന് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ മുഴുവൻ അടിമരാജ്യങ്ങൾക്കും ബോധ്യമായി. അതോടുകൂടി ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ലിബറേഷൻ മൂവ്മെന്റ്, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ ശക്തി ആർജിച്ചു. നിങ്ങൾക്കറിയാം, ഒന്നാം ലോക മഹായുദ്ധ ശേഷമാണ് ഇന്ത്യ മഹാരാജ്യത്ത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിന് ആക്കം കൂടുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഗാന്ധിജി ബ്രിട്ടനെ സഹായിക്കാൻ ആഹ്വാനം ചെയ്തതാണ്. 1914 ഗാന്ധിജി ആഫ്രിക്കയിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് വരുമ്പോൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ബ്രിട്ടീഷുകാരൻ അദ്ദേഹത്തെ വന്ന് കണ്ടു. ഈ യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണം, ഈ യുദ്ധം ഞങ്ങൾ വിജയിച്ചാൽ തീർച്ചയായിട്ടും പിറ്റേ ദിവസം ഞങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൈമാറും, ഞങ്ങളെ ആളായിട്ടും അർദ്ധമായിട്ടും സഹായിക്കണം. സഹായിച്ചാൽ ഒരു യുദ്ധമില്ലാതെ, ഒരു സമരമില്ലാതെ ഈ അവസാനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൈമാറാമെന്നുള്ള ബ്രിട്ടീഷുകാരന്റെ വാക്കിന്മേലാണ് ഗാന്ധിജി ബ്രിട്ടീഷുകാരനെ സഹായിച്ചത്. പക്ഷെ അവൻ വാക്കുമാറ്റി. യുദ്ധം 17 ആയപ്പോൾ ജർമ്മനി പരാജയപ്പെട്ടു. 17 ജർമ്മനി പരാജയപ്പെട്ടപ്പോൾ ബ്രിട്ടന് മനസ്സിലായി, ഇനി എതിർ ഭാഗത്തെ ആരും തന്നെ ശക്തരല്ല. ബ്രിട്ടൻ വിജയമുറപ്പിച്ചോ അവൻ വാക്കുപാലിക്കാൻ തയ്യാറായില്ല. 17 ആയപ്പോഴേ ഇന്ത്യയിലേക്ക് 2 ഉദ്യോഗസ്ഥരെ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചു. എഡ്വിൻ മൊണ്ടേഗുവിനെയും ചെംസ്ഫോർഡിനെയും പറഞ്ഞയച്ചിട്ടൊരു മഹാപ്രഖ്യാപനം നടത്തി. ഞങ്ങൾ യുദ്ധം കഴിഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാമെന്നല്ല പറഞ്ഞത്, മറിച്ച് ഭരണത്തിൽ പങ്കാളിത്തം തരാമെന്നാണ് ഉദ്ദേശിച്ചത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ വാക്കുപാലിച്ചില്ല. ഗാന്ധിജിയെ സംബന്ധിച്ച് വാക്കുപാലിച്ചില്ല എങ്കിൽ അദ്ദേഹത്തിന് വലിയ വിഷയമായി മാറി. അദ്ദേഹം പിന്നെ ബ്രിട്ടീഷുകാരനെ ഒരു കാലത്തും വിശ്വസിച്ചിട്ടില്ല.
വീണ്ടും രണ്ടാം ലോക മഹായുദ്ധ സമയത്തും അദ്ദേഹത്തോട് സഹായം ചോദിച്ചപ്പോൾ അദ്ദേഹം സമരങ്ങൾക്ക് ശക്തി കൂട്ടുകയാണ് ചെയ്തത്. അത് നിൽക്കട്ടെ. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഫലമായിട്ട് ഏഷ്യൻ-ആഫ്രിക്കൻ രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ ശക്തി കൂടി. ആ പ്രസ്ഥാനങ്ങളെ ശക്തി ആർജിപ്പിക്കുവാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ agriculture, industry and communication systems were destroyed. As a result of the First World War, agricultural system, industrial system and communication system were completely destroyed. മനസ്സിലാക്കണം, ഈ യുദ്ധക്കൊതിയന്മാർ കണ്ട കൃഷിഭൂമികളിൽ മുഴുവൻ ബോംബ് വർഷം നടത്തി, സെൽ വർഷം നടത്തി. അങ്ങനെ കൃഷിഭൂമികളെ മുഴുവൻ നശിപ്പിച്ചു. എല്ലാ വ്യവസായ സംരംഭങ്ങളിലും അവർ ബോംബുകൾ വർഷിച്ചു. ആറ്റം ബോംബ് അല്ലെന്നേ ഉള്ളൂ. അതേപോലെ മുഴുവൻ രാഷ്ട്രങ്ങളും തമ്മിലുള്ള, മുഴുവൻ രാജ്യങ്ങളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ബന്ധം എല്ലാം താറുമാറാക്കി. എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടുള്ള വിപ്ലവം, എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട്. മഹാഭാരത യുദ്ധത്തിലെ ഭീമസേനൻ ചെയ്തതുപോലെ എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടുള്ള ഒരു മുന്നേറ്റമായിരുന്നു അവർ നടത്തിയത്. ആ സംഭവം ശരിക്കും ലോകത്ത് വൻ നഷ്ടങ്ങൾക്കിടയായി. ഭീമമായ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് ഇടവരുത്തി ഒന്നാം ലോക മഹായുദ്ധം. അതേപോലെ തന്നെ in a bid of bring about peace in the world, the League of Nations was formed. At the end of this war, the world nations decided to organize a peace organization. ഒരു ലോക സമാധാന സംഘടനയെക്കുറിച്ച് ചിന്തിച്ചു. യുദ്ധം ചെയ്ത് മടുത്തപ്പോൾ എല്ലാം തകരും, എല്ലാവർക്കും നഷ്ടമുണ്ടാകും, എല്ലാ രാജ്യങ്ങളെയും അത് ബാധിക്കും. നമുക്കറിയാം, ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ വിജയിക്കുന്ന രാജ്യത്തിനും പരാജയപ്പെടുന്ന രാജ്യത്തിനും ഒരേപോലെ ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. സാമ്പത്തിക പരാധീനതകളും എല്ലാ രംഗത്തുമുണ്ടാകും. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇനിമേൽ ഈ ഭൂമിയിൽ ഒരു യുദ്ധം വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട്, ഇനി ഒരിക്കലും ഒരു ആഗോള യുദ്ധം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സർവ്വരാഷ്ട്ര സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻസ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. അതാണ് ഈ യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. പക്ഷേ ആ സർവ്വരാജ്യ സഖ്യം പരാജയപ്പെട്ടതിന്റെ ഫലമായിട്ടാണ് രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നത്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ ഇത്രയും പാഠഭാഗം പുസ്തകം വായിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഗൂഗിൾ മീറ്റിൽ നമുക്ക് നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം.